ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച കൊഞ്ച് തീയലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം കൊഞ്ചാണ്. 2 സവാള, ചെറിയ 2 തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, മുരിങ്ങയ്ക്ക ഇതുപോലെ അരിഞ്ഞത്, 5-6 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, അരമുറി തേങ്ങ തിരുമിയത്. ഉണക്കത്തേങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി തേങ്ങ വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, കുറച്ച് ഭാഗം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് തേങ്ങ അതുപോലെ തന്നെ കിടക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കും. ഒറ്റയൊരു കറക്കം മതി. കറക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയെല്ലാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് വേഗം വറുത്തെടുക്കാൻ പറ്റും. ഒരു ബ്രൗൺ നിറമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചെറിയ ചൂടിലിട്ട് തന്നെ വേണം ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാൻ. അപ്പം ഈ പൊടികളുടെ പച്ച മണമൊക്കെ അങ്ങ് മാറി കിട്ടും. ഇനി ഇത് ചെറിയ ചൂടോടെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ജാറിലേക്ക് ഇട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല. വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാൻ. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളം ചേർക്കാനേ പാടില്ല. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങയ്ക്ക കൂടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീയലൊക്കെ ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കൊഞ്ചുതീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്